കർക്കിടകം, വൃശ്ചികം, മീനം ഈ 3 രാശിക്കാർക്കും അടുത്ത 6 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അതായത് ചില പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പോകുന്നു എന്നുള്ളത്. ഇതുവരെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത്, അതിൻ്റെതായ സത്യാവസ്ഥ അറിഞ്ഞ് കണ്ട് മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി തുറക്കപ്പെടുന്നു. കർക്കിടകം രാശിക്കാര് ഇത്രയും കാലം ആരെ വിശ്വസിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നോ അതൊക്കെ തന്നെ പാതകമായിട്ട് വന്ന ഒരു സാഹചര്യമാണ്. ആർക്കൊക്കെ വലിയ രീതിയിലുള്ള കഷ്ടതകളൊക്കെ സഹിച്ചു വരെ വലിയ രീതിയിലുള്ള നന്മകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ കർക്കിടകം രാശിക്കാരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള രാശിക്കാരുടേതായ ദുഃഖങ്ങൾ കാണാൻ പോലും ആരുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് കരഞ്ഞാൽ പോലും അത് എന്തിന് എന്ന് ആരും ചോദിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഉള്ള കർക്കിടകം രാശിക്ക് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇനി നടക്കാനിരിക്കുന്ന ഒരു സമയം. കാരണം ഇപ്പോൾ രാശിക്ക് 2ാം ഭാവത്തിലാണ് കേതു, കുടുംബസ്ഥാനത്താണ് കേതു ഇരിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് തന്നെ കുടുംബത്തിനുള്ളിൽ ധാരാളം കൈവച്ചിട്ടുണ്ടായിരിക്കും, ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഹുവിൻ്റെതായ പ്രശ്നവും കേതുവിൻ്റെതായ പ്രശ്നവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 8ാം ഇടത്തിലിരിക്കുന്ന രാഹു നല്ല രീതിക്ക് തന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. തൊഴിൽപരമായ രീതിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായി വന്നവരാൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് വിശ്വാസ വഞ്ചന എന്നൊക്കെ പറയാം. നിങ്ങളെ വിശ്വസിപ്പിച്ച് പല കാര്യങ്ങളും പലരും കുടുംബത്തിലുള്ളവരാവാം, ഭർത്താവാം, ഭാര്യയാവാം, അല്ലെങ്കിൽ പുറമേയുള്ള സുഹൃത്തുക്കളാവാം, വിശ്വസിപ്പിച്ച് വഞ്ചിച്ചിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് കണ്ണുനീരുണ്ട്. ആഗ്രഹിച്ച ഇടങ്ങളിൽ ചെന്നെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം, പ്രയത്നങ്ങളൊക്കെ വിഫലമായി പോയ സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും അടുത്ത ഒരു 6 മാസക്കാലം ചില സത്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം നിങ്ങളിലേക്കൊരു മാറ്റം കൊണ്ടുവരികയും അതൊരു ക്രിയേറ്റിവിറ്റിയും മൈൻഡായി സെറ്റ് ചെയ്യുകയും അതിലൂടെ സഞ്ചാരം നടത്തുകയും ചെയ്യുന്ന ഒരു കാലം ആഗതമാവുകയാണ്. ഇത്രയും കാലം വിശ്വാസ വഞ്ചനയിലൂടെ സഞ്ചരിച്ച് മുന്നിലേക്ക് പോയെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് ഒരു കരം നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു കരം വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് കാത്തിരിക്കുക. അത്തരമൊരു പ്രോസസ്സ് നിങ്ങളിലേക്ക് വന്നെത്തുന്നു. ഇപ്പോ വ്യാഴത്തിൻ്റെതായ ഒരു സ്ഥിതിയും ശനിയുടേതായ ഒരു സ്ഥിതിയും കർക്കിടകം രാശിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ രാഹു നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഒരു ടോപ്പപ്പ് ഒക്കെ ചെയ്യുന്ന സാഹചര്യം, അതായത് മാർഗങ്ങളൊക്കെ എടുക്കുന്ന വേളയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു വഴികളും ഒക്കെ കാട്ടി അതിലൂടെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു വഴിയൊക്കെ കാട്ടി തന്നിട്ടുണ്ട് സർപ്പം. അതായത് രാഹു ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ കേതു നിങ്ങൾക്ക് ഇറങ്ങിയ ഇടങ്ങളിലെല്ലാം പ്രശ്നങ്ങളെ കൊണ്ടുതന്ന വല്ലാത്ത രീതിയിൽ ജ്ഞാനമാർഗത്തെ തന്നിട്ടുണ്ട്. അതായത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഫലമില്ല എന്നുള്ളത്. അപ്പോ തിരിച്ചറിവിൻ്റെതായ ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു കാലത്തെ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനിയിപ്പോ അടുത്തത് നിങ്ങൾക്ക് ജന്മ രാശിക്കുള്ളിൽ കേതു സഞ്ചാരം നടത്തുന്ന ഒരു കാലം. ഡിസംബർ മാസമാകുമ്പോൾ കേതുവിൻ്റെതായ മാറ്റം സംഭവിക്കും. അത് നിങ്ങൾക്ക് ജന്മത്തിലായിരിക്കും കേതു ആ ഒരു ഭാവത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ കർക്കിടക രാശിക്കും അതുപോലെ തന്നെ മകരം രാശിക്കും കേതു വളരെയധികം പ്രിയപ്പെട്ട ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അധികം, അതായത് ഇപ്പോ വളരെ പ്രശ്നങ്ങൾ തന്നുകൊണ്ട് മാത്രമായിരിക്കും കേതു ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രാപ്തമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാത്തിരിപ്പിന് ഇവിടെ അർത്ഥമുണ്ടാകുന്നു എന്നാണ്. ഇതുവരെ അനുഭവിച്ച കഷ്ടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ ഇവിടെ ഒരു വിടുതൽ കിട്ടി നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള വഴി തുറക്കുന്ന ഒരു സമയമാണ്. പോരാത്തതിന് ജന്മത്തിൽ തന്നെ വ്യാഴവും സഞ്ചാരം നടത്തുന്നതുകൊണ്ട് ഗുണകരമായ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ ദുഃഖങ്ങളും തുമ്പങ്ങളും തുയരങ്ങളും ഒക്കെ ഇവിടെ തീർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത ഒരു 6 മാസക്കാലം. അപ്പൊ ഇതിനുള്ളിൽ ചില തിരിച്ചറിവുകളൊക്കെ വന്ന് അധികമായ കടബാധ്യതകളിലൊക്കെ ചെന്ന് ചാടാതെ ഉള്ളതിനെ തീർക്കാനായിട്ട് ഒരല്പം ശ്രമിച്ച് ഒപ്പമുള്ളവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടം ജനുവരി മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം ആകുന്ന വേളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ലോൺ സംബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ചിട്ടി സംബന്ധപ്പെട്ട കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഒരു കൈ സഹായം, ധനസഹായം ഒക്കെ വന്നെത്തുന്ന ഒരു സമയം ആഗതമാവുകയാണ്. അതിനായിട്ട് ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് ഈ ഒരു സമയം
ഉള്ള തൊഴിലൊന്നും വലിച്ചെറിയാതെ കിട്ടുന്ന ശമ്പളം എന്തായാലും അതിലൂടെ സഞ്ചരിച്ച് മുന്നിലേക്ക് പോകണം. നിങ്ങൾ കൊടുക്കുന്ന എഫർട്ടിനനുസരിച്ചുള്ള ഒരു വഴിയോ അല്ലെങ്കിൽ ആ ഒരു മികവിനനുസരിച്ചുള്ള ഒരു പണം ഫലം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കാത്ത ഒരു സാധനം. കുടുംബത്തിനുള്ളിൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പൊതുവിൽ ക്ഷമയോടുകൂടി മുന്നിലേക്ക് പോകണം. നല്ല കാലം ആരംഭമാകുന്നു. അതിനായിട്ട് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് സഹായമായിട്ട് എന്തായാലും വരും. ജനുവരി ഡിസംബർ മാസം സ്റ്റാർട്ടാകുന്നതോട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും. അത് സ്വന്തമായ രീതിക്ക് അധ്വാനിച്ച് പ്രയത്നിച്ച് ഇനിയൊരു കാലം ഇനി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ ഒരു സാഹചര്യം വരരുത് എന്ന ചിന്തയോടുകൂടി മുന്നിലേക്ക് പോകണം. വൃശ്ചികം രാശി ഒരുപാട് ദുഃഖങ്ങളൊക്കെ മനസ്സിനുള്ളിൽ അടക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ്. പലർക്കും തന്നെ ചില കാര്യങ്ങളൊക്കെ ചില ദുഃഖാവസ്ഥയൊക്കെ ഉണ്ട്, എന്റേതായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിലരോട് പറയുമ്പോൾ വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യം മറ്റു പല രാശിക്കാർക്കും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങളെ ആരോട് തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ തന്നെ പറഞ്ഞാലും ആരും കേൾക്കാത്ത സാഹചര്യം, വിശ്വസിക്കാത്ത സാഹചര്യത്തിലൂടെ സഞ്ചരിച്ച് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അടുത്ത 6 മാസക്കാലം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. വൃശ്ചികം രാശിയിൽ പിറന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം. അവരുടേതായ ഒരു അവസ്ഥ, അത് മാനസികമായ ഒരു അവസ്ഥ, ചില ദുഃഖങ്ങൾ പുറത്ത് പ്രകടിപ്പിച്ചാലും ആരും അത് കേൾക്കാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ വലിയ വേദന, ദുഃഖം. ഇതില് സ്വന്തം മക്കളെ കുറിച്ചുള്ള ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. വിവാഹപ്രായം എത്തിയിരിക്കുന്ന ചില മക്കളുടേതായ വിവാഹങ്ങളൊക്കെ നടത്താനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനും മക്കൾ അത് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സാഹചര്യം ഒരു സിമ്പിൾ ഇതായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. അത്തരം സാഹചര്യങ്ങൾ ഒരുപാട് വൃശ്ചികം രാശിക്കാർ ഇതുപോലെ നടക്കുന്നുണ്ട്. അത് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതിനായിട്ടൊരു പ്രാർത്ഥനകൾ, പൂജകൾ, കർമ്മങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും ഒക്കെ നടത്തി അതിന്റെ ഫലം കിട്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെതായ ഉടമകൾ കൂടിയാണ്. പൊതുവായിട്ട് മറ്റുള്ളവർക്കൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് മുൻദേഷ്യം വളരെയധികം കൂടുതലാണ്. എടുത്തു ചാടി എന്ത് കാര്യം പറഞ്ഞാലും അതിന് തർക്കുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവരെ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ടും കൂടി ആവാം മറ്റുള്ളവർ ഇവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് മിനക്കെടാത്തതും അഥവാ കേട്ടാൽ തന്നെ അത് തഴഞ്ഞു കളയുന്നതും. ഇവരുടെ ദേഷ്യപ്പെട്ട മുഖഭാവം മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുക. പക്ഷേ ഈ വേദനയോടുകൂടി അല്ലെങ്കിൽ ദുഃഖാവസ്ഥകളിൽ മനസ്സിനുള്ളിൽ അടക്കിക്കൊണ്ട് നടക്കുന്ന ഈ സ്ത്രീ പുരുഷന്മാരും, ഈ രാശിയിലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ ഉൾവശത്തുള്ള ആ ഒരു ചിന്താഗതികളിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചു പോയാൽ വളരെയധികം വേദന നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്നോട് പലരും പറയാറുണ്ട്, ഇദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ അവർക്കുള്ളിലുള്ള ചില കാര്യങ്ങളെ കുടുംബപരമായ രീതിയിലും പുറമേയുള്ള കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കാത്തത്, മറ്റുള്ളവർ കേൾക്കാൻ മനസ്സ് കാണിക്കാത്തതും ഒക്കെ ഇവർക്ക് വേദനയായ പ്രശ്നങ്ങളായിട്ടായിരിക്കും നിൽക്കുക. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, വൃശ്ചിക രാശിക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്കും പ്രശ്നങ്ങളായിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുമ്പോൾ കഠിനമായ രീതിക്ക് ആയി പോകുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് അവരുടേതായ ഒരു ദേഷ്യ ഭാവം തന്നെയാണ് അവരുടേതായ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അവരുടേതായ ഒരു പവർ, വിൽ പവർ എന്നൊക്കെയും പറയുന്നത്. പക്ഷെ ഉള്ളു നിറയെ സ്നേഹമൊക്കെ ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ. അങ്ങനെയുള്ള വൃശ്ചികം രാശിയിൽ പിറന്ന ആൾക്കാർക്കായിട്ട് ഇപ്പോ നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവദൂതനെ പോലെ ഒരാൾ നിങ്ങൾക്ക് സഹായകരമായിട്ടൊക്കെ വരുന്നത്. ഇതുവരെയും മക്കളുടെ വിവാഹത്തിനായിട്ട് കാത്ത് കരുതിയൊക്കെ ഇരുന്നെങ്കിൽ അതൊക്കെ നടക്കാത്ത രീതിയിൽ, മക്കളും കൂടി അനുസരിക്കാത്ത രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായ രീതിയിൽ ഒരാൾ ഇടപെട്ട് സംസാരിക്കുകയും മക്കളൊക്കെ അനുകൂലമായിട്ട് വിവാഹത്തിനൊക്കെ സമ്മതിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. തൊഴിൽപരമായ രീതിയിലും ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100% ഇവിടെ അനുകൂലമായി സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു വഴി കാട്ടിത്തരുന്ന ഒരു സാഹചര്യമുണ്ട്. പല രീതിക്കും നിങ്ങൾക്ക് സഹായകരമായി വരുന്ന ഒരു സമയം ആഗതമാണ് ഇപ്പോൾ. കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി വൃശ്ചികം രാശിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. അതായത് 5ാം അധിപതിയായിട്ട് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി അവിടെ നിങ്ങൾക്ക് രാശിക്കുള്ളിൽ പതിയുന്നുണ്ട്. അപ്പൊ പൂർവ്വ പുണ്യത്തിൻ്റെതായ ഒരു സാന്നിധ്യം അവിടെ വരുന്നുണ്ട്. പൂർവ്വ പുണ്യാധിപതി ആ സ്ഥാനത്തേക്ക് വ്യാഴം അനുഗ്രഹമായിട്ട് വരുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ, നിങ്ങൾ കൊടുത്ത പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം സിദ്ധിക്കും. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് പല കാര്യങ്ങൾക്കും പ്രാർത്ഥന കൊടുത്തിട്ട് നടക്കുന്നതിന് 100% ഈ കാലഘട്ടത്തിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ഈ പറയുന്നതിൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു
കാലമാണ്. ഒരല്പം ജാഗ്രതയോടുകൂടി ഇരിക്കുക. മുൻദേഷ്യത്തെ ഒരല്പം കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് ഉള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ ഒന്നും തന്നെ മാറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങളുടേതായ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു പൊസിഷനിൽ തന്നെ പോവുക. നിങ്ങളെ ആരും പറ്റിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടേതായ ആ ഒരു ക്യാരക്ടറിൻ്റെതായ രീതിക്കനുസരിച്ച് മറ്റുള്ളവർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നുന്നതാണ്. അത് കുടുംബത്തിനുള്ളിലും അങ്ങനെയൊക്കെ ആയിരിക്കാൻ തൊഴിലിടങ്ങളിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ സംഭവിക്കണം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ദൈവദൂതനെ പോലെ ഒരു ആൾ വന്നെത്തും. തീർച്ചയായിട്ടും അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെയധികം നന്മകൾ വരാനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരല്പം തൊഴിലിടങ്ങളിലൊക്കെ ഒരല്പം ജാഗ്രതാപൂർവ്വം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിനുള്ളിലും വാക്കുവാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഒരല്പം ആ ഒരു മിതത്വമായ ഭാവത്തിലേക്ക് പോകുന്നത് നന്നായിരിക്കും. മറ്റുള്ള അഭിപ്രായങ്ങൾക്കും കൂടി വില കൽപ്പിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ രാഹു, കേതു എന്നീ 2 ഗ്രഹങ്ങളുടേതായ ചിന്തകളും ഡിസംബർ മാസത്തിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾക്ക് ഒരല്പം കൂടി മുന്നേറ്റങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഉപദേശങ്ങളൊക്കെ നൽകാൻ എല്ലാവർക്കും എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉപദേശങ്ങൾ കേൾക്കുന്നതിനേക്കാളും നിങ്ങളെ കേൾക്കാനായിട്ട് ആളുണ്ടാവും. നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ആളെന്തായാലും ഉണ്ടാവും. ധൈര്യമായിട്ട് ഇരിക്കുക. വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. ഒരു സ്ലോ മോഡിലായിരിക്കും അത് പ്രോസസ് ചെയ്യുക. പക്ഷേ ആയുസാണ്ട് കാലത്തെ ഒരു ഗുണം തന്നെയായിരിക്കും. അടുത്തതായിട്ട് മീനം രാശി. മീനം രാശിക്ക് അടുത്ത 6 മാസക്കാലം എങ്ങനെയുള്ള ഒരു ഫലം പ്രദാനം ചെയ്യാനായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം ആണ്. ഇവർക്ക് പണമോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പോയാലും ഇവർക്ക് അതൊന്നും തന്നെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. പക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവർക്ക്. അതായത് ഈ അനുഭവങ്ങൾ ഇവരിൽ നിന്ന് നേടിയവർ ഇവരെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് എപ്പോഴും അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം. പൊതുവില് മറ്റുള്ളവരോട് ഇവരും ഒരാൾക്കും പകയ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു ഐക്യമായ ബന്ധത്തെ സ്ഥാപിച്ചു കൊണ്ടുപോകാനും ഇവർ എപ്പോഴും മുന്നിട്ട് നിൽക്കാറുണ്ട്. കാരണം സഹോദരിമാരൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ വളരെയധികം നല്ല രീതിക്ക് അവർ ഇടപെട്ട് അതിൻ്റെതായ രീതിക്ക് എനിക്ക് ആരുണ്ട്, നീ പിണങ്ങിയിരുന്നാൽ എനിക്ക് ആരുണ്ട്, ആ കാര്യം പറഞ്ഞു പണവും പൊന്നും ഒക്കെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്നവരാണ് ഈ രാശിക്കാരൊക്കെ. ഇപ്പോൾ രാശിനാഥനായ വ്യാഴം കർക്കടകം രാശിയിൽ വളരെയധികം ഉച്ചമായ, അതായത് പൂർണ്ണ ബലത്തോടു കൂടി ചെന്ന് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഡിസംബർ മാസത്തോടു കൂടി തന്നെ രാഹു, കേതു എന്നീ 2 ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ കൂടി വരാനായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ രാശിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സത്യസന്ധമായ ഒരു മനോഭാവമുണ്ട്. അപ്പൊ ആ ഒരു സത്യസന്ധമായ മനസ്സ്, സ്നേഹത്തിൻ്റെതായ ഒരു മനസ്സിനെ കാണാനായിട്ട് ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അതായത് ഇപ്പോ ഈ രാശിയിൽപ്പെട്ട ഒരു പുരുഷനാണെങ്കിൽ സ്വന്തം ഭാര്യ പോലും എപ്പോഴും കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങി വീട്ടിൽ ചെന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവർക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും ശരി, ഈ ജോലി സംബന്ധപ്പെട്ട രീതിയിൽ എപ്പോഴും തന്നെ ഒരുമിച്ച് അല്ലെങ്കിൽ ദിനംതോറും വീട്ടിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ദൂരത്തായിരിക്കും ജോലി. മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഇരിക്കുക. അപ്പൊ ഇവരുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ മതി എന്നാണ്. പൊന്നോ പണോ അത് പൊക്കോട്ടെ, അതൊന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല. മനസ്സ് ഒന്ന് മനസ്സിലാക്കുക, അത്രമാത്രം. ഈ വീഡിയോ കണ്ടു കഴിയുന്ന ആ ഒരു നിമിഷം മുതൽക്ക് തന്നെ ഇതുവരെ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് കണ്ണുനീർ വിട്ടിട്ടുണ്ടോ? അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. ഇവിടെ ആരും ആയിക്കോട്ടെ, സുഹൃത്തോ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, തൊഴിലിടങ്ങളിലോ കുടുംബത്തിനോ എവിടെയും ആയിക്കോട്ടെ, ഇതുവരെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണുനീരൊഴുക്കി ഓരോ കാര്യങ്ങളും ചെയ്ത് ദുഃഖാവസ്ഥയിൽ നടന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ കണ്ണുനീർ ചിന്തിയവർക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തിരിച്ചറിവ് എന്തായാലും ഈ ഒരു സമയത്ത് രാഹു, കേതു, അതായത് ഈ ഒരു സ്റ്റേജ് വിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് മാറുന്ന ഒരു സമയത്തിലേക്ക് നമുക്ക് അധികം പ്രശ്നങ്ങളെ തരും. ഇതുവരെ തന്ന പ്രശ്നങ്ങളെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി പരിപൂർണമായിട്ടും നിങ്ങൾ ഇനി ആർക്കു വേണ്ടിയും കണ്ണുനീർ ഒഴുക്കില്ല എന്നുള്ളതാണ് സത്യം. എഴുതി വെച്ചോളൂ. ഇനി ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിമിഷം മുതൽ ആർക്കു വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണുനീർ ഒഴുക്കില്ല. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്താകുലനായ ഒരു വ്യക്തിയായിട്ട് ഇരിക്കുകയുമില്ല. കാരണം ബോൾഡായിട്ടുള്ള ഒരു മനസ്സ്, എനിക്ക് ജോലി ചെയ്യണം, സമ്പാദിക്കണം, എന്റെ രീതിക്ക് എനിക്ക് മുന്നിലേക്ക് പോയാലേ മതിയോ. കുടുംബത്തിനാണെങ്കിൽ കുടുംബത്തിനായിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണക്ക് കുടുംബത്തിലേക്ക് എത്തിക്കാനുള്ളത് എത്തിക്കുക.
അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സാഹചര്യം. തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കും. എന്റെ ജോലി, എന്റെ സമയം, ഈ ഒരു ടൈം കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഏൽക്കാൻ പറ്റില്ല. ആ പ്രോസസ്സ് നിങ്ങളിലേക്ക് ആക്ടിവേറ്റ് ആകും. ആ ഒരു ആക്ടിവേഷൻ വരുന്ന സമയം മുതൽക്ക് നിങ്ങൾ നിങ്ങളുടേതായ വിജയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ആത്മീയമായ ചിന്തകളും നിങ്ങളിലേക്ക് വന്നെത്തും. നിങ്ങൾ എവിടെ ഏത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുവോ അതൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമല്ല. എവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ശരി, ഇനി അടുത്ത 6 മാസം ഡിസംബർ മാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് 100% ജോലിയിൽ ഉയർവും ശമ്പള വർധനവും എന്തായാലും വന്നിരിക്കും. അതിനുള്ള ചരടുകൾ ഈ സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി തുടങ്ങുമെന്നുള്ളതാണ് സത്യം. അതൊരു വിശ്വാസം, അതൊരു പരിധി വരെ മാത്രമാണ്. നമ്മൾ കൊടുക്കുന്ന വിശ്വാസം നമുക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ വരുത്തിയെടുക്കുകയും ചെയ്യും. ആ വിശ്വാസം തനിക്ക് വേണ്ടി മാത്രമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന തിരിച്ചറിവ് എന്തായാലും രാഹു കേതു തന്നിരിക്കും, 100% തന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ജോലിയിൽ ഉയർവ് ഉണ്ടായിരിക്കും. ചിലർക്ക് അതിന് മുന്നേ തന്നെ ഉയർച്ച ഉണ്ടായിരിക്കും. ആ ഒരു ക്രിയേറ്റിവിറ്റി എവിടെ എടുക്കുന്നുവോ അത് വളരെയധികം വിജയം പ്രാപ്തമാക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഈ 6 രാശിക്കാരെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ രാശി കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ രാശിക്കാർക്കാണ് ഈ പോസിറ്റീവ് തിങ്ക് വളരെയധികം വേഗത്തിലായിട്ട് വരുന്നത്. ചിലർക്ക് തിരിച്ചറിവുകളെ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി അനുകൂലമായി വരുന്നത്, നീ എടുത്ത എഫർട്ടുകൾക്ക് നിനക്കുള്ള ഫലം നിന്നെ തേടി വരും, അതിനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന രീതിക്ക് അത് ആത്മാർത്ഥമായ വാക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് സഹായമായിട്ട്. ഇവിടെ ആണായാലും പെണ്ണായാലും 100% അവിടെ നടന്നിരിക്കും. ഒരു തൂക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നടക്കുക. എഴുതി വെച്ചോളൂ, 100% ഈ പറയുന്ന കാര്യം നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ നിങ്ങളെ മാറ്റും. 100% രാഹു കേതു ഇവിടെ നിങ്ങൾക്കത് തന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതുവരേക്കും നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ ഇനി ആ സ്നേഹം നിങ്ങളൊരു ബോക്സിലാക്കി അടയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. ആ ഒരു അടപ്പ് നിങ്ങളായിട്ട് അടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം സംഭവിച്ചു പോയ കാര്യങ്ങളെ മറന്നു കളയുക. ഇവിടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോസസ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വ്യക്തിയാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്, 100% ഗുണമുണ്ട്. ഇവിടെ ഇപ്പൊ ചൊവ്വയുടേതായ ഒരു പ്രഭാവത്തെ കണക്കിലെടുത്താലും ഒരല്പം വേഗത, ദേഷ്യമൊക്കെ വരുന്ന സാഹചര്യം വരും. തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സിൽ ദേഷ്യഭാവങ്ങൾ പരിപൂർണമായിട്ടും തൊഴിലിടങ്ങളിൽ ഉപേക്ഷിക്കുക. വീട്ടിലെ വഴക്ക് കൂടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് അങ്ങനെ ഉണ്ടാവും. പക്ഷെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ നമ്മളാൽ ഒരു മുൻദേഷ്യം വന്നു പോയാൽ അത് നമുക്ക് തന്നെ നമ്മളായിട്ട് ആണി അടിക്കുന്നതിന് തുല്യമായിട്ട് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് മാത്രം അനുകൂല ഭാവത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിൽക്കാനായിട്ട് ശ്രമിക്കുക. എന്റെ വിജയം എന്ന് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടോസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. മറ്റൊരാളല്ല ടോസ് ചെയ്തിട്ട് ആര് ബാറ്റ് ചെയ്യണം, ആര് ബോൾ ചെയ്യണമെന്ന് തീരുമാനം. നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ടോസ് എറിയാനായിട്ട് തയ്യാറായിരിക്കുക. ജാഗ്രതപൂർവ്വം 100% മീനം രാശിക്ക് ഗുണകരമായ ഒരു കാലഘട്ടം ഈ ഒരു സമയം മുതൽക്ക് ആരംഭമാകുന്നു. അതിനായിട്ടുള്ള തുടക്കം നിങ്ങൾ കുറിച്ചുകൊള്ളുക. ശുഭകരമായ ഒരു കാലം ആരംഭമാകുന്നു.